ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ബ്രേക്കിന് ശേഷം ഇങ്ങനെ വയ്ക്കുമ്പോൾ കൈ വേദന. നമ്മുടെ എവിടെയെങ്കിലും വെക്കാൻ എന്തെങ്കിലും ഫെസിലിറ്റി നോക്കണമെങ്കിൽ ഭാവിയിൽ കേട്ടോ. അപ്പോൾ ഒരു നീണ്ട ബ്രേക്കിന് ശേഷം ആണൊരു വ്ളോഗല്ല, ഞാൻ എന്തെങ്കിലും ഇൻസ്റ്റഗ്രാമിലോ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി. വൈ ബിക്കോസ് പനിയായിരുന്നു. ഒരാഴ്ചയായിട്ട് പനിച്ച് വിറച്ച് എന്താ പറയാ, ഓരോരോ അസുഖങ്ങളായിരുന്നു. ഇപ്പോഴുണ്ട്, മാറിയിട്ടില്ല. ചുമ, ജലദോഷം, തുമ്മലായിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് പനിയായി, ഇൻഫെക്ഷനായി, വൈറൽ ഇൻഫെക്ഷനായി. അങ്ങനെ തല പോലും പൊക്കാൻ പറ്റാണ്ട് ഭയങ്കര ഡൗൺ ആയിട്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം തീരെ വയ്യാത്തത് കൊണ്ട് മെഡിസിൻ കഴിച്ച് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് കുറേ ദിവസം നോമ്പ്, പനി വന്നതുകൊണ്ട് തന്നെ നോമ്പ് പോയി. പിന്നെ ഈ പറഞ്ഞ മരുന്ന് 3 നേരം 4 നേരവും മരുന്നും അതൊക്കെ ആയപ്പോൾ പിന്നെയും ഡോക്ടർ പറഞ്ഞ് നോമ്പ് പിടിക്കരുത്. അപ്പോൾ ഈ 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒക്കെ ആയതുകൊണ്ട് കുറേ ദിവസമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ഒരു കണ്ടന്റും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നാണ് ഞാനിപ്പോൾ ഒന്ന് മര്യാദയ്ക്ക് എണീറ്റ് നിൽക്കണം. അപ്പോൾ ഇന്ന് എണീറ്റ് നിന്ന ദിവസം തന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ ഇതൊരു നീണ്ട കഥയാണ്, കുറച്ചധികം ഇൻട്രോ പറയാനുണ്ട്. കുറേ ദിവസത്തെ കാര്യങ്ങൾ പറഞ്ഞാലാണ് ഇന്ന് നമ്മൾ എവിടെ പോകുന്നു, എന്താണ് കാര്യം എന്ന് മനസ്സിലുള്ളൂ. എൻ്റെ കൂടെ എപ്പോഴത്തെ പോലെ ഭർത്താവുണ്ട്. അപ്പോൾ ഇന്ന് ഇട്ടേക്കുന്ന ഡ്രസ്സ് ഏതാണെന്ന് വേണമെങ്കിൽ ശ്രദ്ധിച്ചു. അല്ല, അതുകൊണ്ടൊക്കെ പിന്നീട് ഉപകാരം വരും, അറിയാൻ പറ്റില്ല. നീയല്ലേ പറഞ്ഞ ലുലു പോയപ്പോ ഉള്ള വ്ളോഗ് കണ്ടോണ്ട് സാധനം മറന്നുപോയത് ഏത് പോക്കറ്റിലായിരുന്നു എന്ന് എന്റെ വ്ളോഗ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ എന്തെങ്കിലും ഉപകാരം കാണും അങ്ങനെ. അപ്പം പനിയായിട്ട് കുറച്ച് ദിവസം വീട്ടില് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട്, ഷോപ്പിൽ പോയാൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, അപ്പൊ അതുകൊണ്ട് എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ 2-3 days ആയിട്ട്. ഇന്നലെ എന്നെ വിളിക്കാൻ വേണ്ടി വന്നു. ഇന്നലെ വന്നതാണ്. അപ്പൊ നോമ്പൊക്കെ തുറന്ന് ഞങ്ങള് ഇന്നാണ് റിട്ടേൺ. അപ്പൊ ഇന്ന് നമ്മളെ അവരെന്തെങ്കിലും ചെയ്തോട്ട്. അപ്പൊ നമ്മളെ കൂട്ടത്തിലെ ഒരു മെയിൻ ആള് ഗൾഫ് പോവാണ്. അപ്കമിങ് ഡേയ്സ് ഇഫ് എവറിത്തിങ് കംസ് ഗുഡ്. ഇപ്പത്തെ അവസ്ഥയൊക്കെ വെച്ചിട്ട് എന്താണെന്നറിയില്ല, ബട്ട് സൂൺ അവൻ ദുബായിക്ക് പോകും. കുറെ ആയി അവൻ പോവാ അപ്പൊ അവൻ പോകുന്നത് പ്രമാണിച്ചാണ് നമ്മൾ ആക്ച്വലി ട്രിപ്പ് പോയത്. ഇതും അവൻ പോകുന്നത് പ്രമാണിച്ച് നമ്മളൊരു സമൂഹ നോമ്പുതുറ പ്ലാൻ ചെയ്തിരുന്നു. ആ നോമ്പുതുറയാണ് ഇന്ന്. ഇന്നത്തെ നോമ്പുതുറ നമ്മൾ ആക്ച്വലി എവിടെയെങ്കിലൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നോമ്പ് തുറക്കാന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനേക്കാളും നല്ലത് നമുക്കല്ല വൈബായിട്ട്, പക്ഷെ ആ വൈബ് ഇപ്പൊ കിട്ടുമെന്ന് അറിയൂല. സമയം 5:30 നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ച ആശുപത്രി നടന്നില്ല. അപ്പോൾ 5:30 നമ്മൾ വൈപ്പിൻ ബീച്ചിൽ പോയിട്ട്, പിന്നെ സുഭാഷ് പാർക്ക്. അപ്പൊ നമ്മൾ എത്തും. കാരണം വൈപ്പിൻ ബീച്ച് എന്ന് പറയുമ്പോൾ പിന്നെ പോകാം. നമ്മൾ ആദ്യം വൈപ്പിൻ ബീച്ചല്ലേ പ്ലാൻ ചെയ്തത്. അപ്പോൾ സുഭാഷ് പാർക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സുഭാഷ് പാർക്ക് ആക്ച്വലി ഒരു 8-8:30 വരെയൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പൊ നല്ല വൈബാ അവിടെ പോയി ഇരിക്കാൻ. സന്ധ്യക്ക് പോണം, സന്ധ്യക്ക് എത്തുമായിരിക്കും എന്തായാലും. അപ്പൊ നമ്മള് അവിടത്തേക്ക് നോമ്പ് തുറക്കാൻ പോകുന്ന ഒരു വ്ളോഗാണ് ആക്ച്വലി ഇത്. സംസാരിച്ച് 4.5 മിനിറ്റ് എൻ്റെ കയ്യും വേദന എടുക്കുന്നത്. നമ്മൾ ഈ കോലത്തിലല്ലായിരിക്കും പോവാ. ഞാൻ ഈ കോലത്തിലല്ലായിരിക്കും, കാരണം ഞാൻ വീട്ടിൽ നിന്ന് പനി പിടിച്ചൊക്കെ വന്നതുകൊണ്ട് അധികം ഡ്രസ്സൊന്നും എടുത്തില്ല. പിന്നെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് പോകുന്നില്ല. എന്റേത് പട്ടിക്കോല. ഇതൊരു പഴയ കുർത്തയോ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വന്നത്.
മര്യാദക്കൊന്ന് കണ്ണുപോലും ഞാൻ എഴുതിയിട്ടില്ല. പനിച്ച് കുറെ ദിവസമായിട്ട് ഇങ്ങനെ മുഖമൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കുറെ ദിവസമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ മുഖമൊന്നും ചെയ്യാണ്ട് ഞാൻ ഇന്ന കുറെ ദിവസങ്ങൾക്ക് ശേഷം ലിപ്സ്റ്റിക്ക് കൊണ്ടുവിടണം അറിയോ, അതിൻ്റെയൊക്കെ ഒരു വിഷമം. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ സമയം ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് പേട്ട കോലം ഒന്ന് മാറ്റണം എന്നുണ്ട്, കുറച്ചൊന്ന് വൃത്തിക്ക് പോകണമെന്നുണ്ട്. പോകാൻ പറ്റിയാൽ അങ്ങനെ പോകും, ഇല്ലെങ്കിൽ ഇങ്ങനെ പോകും. ഏതായാലും നമ്മൾ ആ നോമ്പ് തുറയാണ് ഇന്നത്തെ വിശേഷം. ഇപ്പം അവിടെ ചെന്നിട്ട് എല്ലാവരും എന്തെങ്കിലും സ്നാക്സൊക്കെ മേടിച്ചോണ്ട് വന്ന് അല്ലെങ്കിൽ ജ്യൂസൊക്കെ അടിച്ചോണ്ട് വന്ന് അങ്ങനെയൊക്കെയാണ് വിചാരിക്കണ പോലെ നമ്മൾ എവിടെയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. പക്ഷെ ആർക്കും ഫിസിക്കലി വയ്യാത്തത് കൊണ്ട് അതിൻ്റെ ആ പ്ലാൻ ക്യാൻസൽ ചെയ്ത് നമ്മൾ വഴിയോരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ സ്നാക്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മൾ നോമ്പ് തുറന്നിട്ട് പിന്നെ അവിടെ ഇങ്ങനെ പോയി ഫുഡ് കഴിക്കും. അതാണ്. അപ്പം നമ്മൾ പോയിട്ട് കാണാം അല്ലേ അല്ലേ. ഷൂട്ട് കല്യാണത്തിലല്ലേ പോണേ. നോമ്പ് തുറക്കാൻ വേണ്ടി സാധനമായിട്ട് അറബിയില് ബർക്കത്തുണ്ട്. സമയനിഷ്ഠ പോലും ഇല്ല ഈ പിള്ളേർക്ക്. 6:48 ഗ്രാൻഡത്തിലൊക്കെ ആണെങ്കിൽ എന്റെ ലാസ്റ്റ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവന്റെ പേരിലാണ് നമ്മൾ നോമ്പ് തുറ കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ടൈം ആയത്. ഞാൻ ടിക്കറ്റ് എടുത്ത് ബോംബിട്ട് അവിടെ യുദ്ധായി. ഇവൻ ഇമാമുള്ള പയ്യനാ. രണ്ടെണ്ണം ഒന്ന് തൃശ്ശൂര് പറഞ്ഞ എറണാകുളത്തും. നോമ്പ് തുറക്കട്ടെ എല്ലാരും. നോമ്പ് ഐസ് പോക്കറ്റിലിട്ടോണ്ടോ? എനിക്ക് അല്ല റിസ്കിക്ക പറയേ, അവരെ കൊണ്ട് പറയിപ്പിക്ക. അല്ലാഹുമ്മ പറ. അതന്നെ ട്രിപ്പിന്റെ ബാക്കി പൈസക്ക് നീ എന്ത് ചെയ്തേ? ഇന്നലത്തെ വെച്ച് നോക്കും. ഇന്നലെ 2 ആൾക്കാർ ഒരു ഗ്രാൻഡ് അകത്ത് പോയിട്ടുണ്ട്. അതന്നെ സെലിബ്രിറ്റി. ഈ 2 സെലിബ്രിറ്റി ഹയാത്തി പോയതിന്റെ ഷോ ആണ്. നമ്മളെ കൊണ്ടുതന്നെ റീച്ച് ഉണ്ടാക്കും. നമ്മളല്ലാത്ത കുറ്റമില്ല. ഞാൻ എന്റെ കല്യാണത്തിന് വരുള്ളൂ. എങ്ങനെയുണ്ടായി നോമ്പോറ? നന്നായിരുന്നു. എങ്ങനെയുണ്ടായി നോമ്പോറ? നോമ്പോറ കിട്ടില്ല വൈബായിരുന്നു. നമ്മളെ ഇങ്ങനെയാണ് എല്ലാ വീഡിയോയ്ക്ക് തള്ളണേ. ഇന്ന് പള്ളി ഇട്ടുള്ള പള്ളി ചോറ് ഇട്ടുള്ള പള്ളി തേടല്ലേ? നമ്മളൊരു ചോറുള്ള പള്ളി തേടുന്ന സമയം അതുകൊണ്ട് നമ്മളെ അക്കൗണ്ടിൽ വീഡിയോ വരുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ 7:40 7:35 നോമ്പ് കുറിക്കണം. നമ്മൾ 7:50 നോമ്പ് കുറിച്ചത്. അപ്പം അവനെല്ലാം എപ്പോ നോമ്പ് കുറിച്ചു? ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിക്കോടെ. എങ്ങനെയുണ്ടായിരുന്നു നോമ്പാറ? ഔലിയ സുജിത്തിനോടാ ചോദിക്കുന്നത്. സുജിത്ത് ഭയങ്കര ഈമാൻ. എല്ലാം കാലി. എങ്ങനെയുണ്ടായി സർഫാസൻ നിന്റെ അവസാനം നോമ്പോറ? കുഴപ്പമില്ല. നമ്മള് വിചാരിച്ച സമയത്ത് എത്തിയില്ല. അതെപ്പോഴും അങ്ങനെയാണല്ലോ. അതെ, എന്നാ സമയത്തിന് എത്തിയേ? അതാണ് ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നും എത്തൂല എന്ന് കുറപ്പേനും. അങ്ങനെ എന്റെ അവസാന ദിവസം അവസാനിക്കുകയാണ്. അതെ,
ഞാൻ മറ്റന്നാൾ പോകും കൊച്ചിന്ന്. 3 വർഷത്തിന് ശേഷം കൊച്ചിയോട് വിട പറയുക. 2.5 വർഷമായിട്ട് കൊച്ചിയിൽ നിന്ന് വിട പറയുകയാണ്. അത്ര വർഷം നീ നിക്കുവായിരുന്നോ? ഒരു ബന്ധവുമില്ലാതെ വെളുത്തി എനിക്ക് പോകുമ്പോൾ പല ബന്ധങ്ങളും. ഇതിപ്പോ എന്തായാലും സർഫാസിന്റെ ലാസ്റ്റത്തെ ദിവസല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു സർഫാസിന്റെ ഈ എത്ര വർഷം നമ്മള് പരിചയപ്പെട്ടിട്ട്? 2 വർഷം. 2 വർഷം നമ്മളെല്ലാരെ പറ്റി ഓരോരുത്തരെ പറ്റി ഓരോ വാക്ക് 5 ലെറ്ററിൽ കവിയാണ്ട് 5 മാർക്കിന്റെ വേസ്റ്റ്. അരപ്പുറം കവിയാതെ അതെ, ഓരോരുത്തരെ പറ്റി സർഫാസ് 2 വാക്ക് വേണ്ട. നിന്റെ ആദ്യം നിന്റെ ഏട്ട തുല്യം കാണുന്ന ഉവൈസിനെ പോയി ഏട്ടന് തുല്യം കാണുന്ന ഉവൈസിനെ കുറിച്ച് ആദ്യം 2 വാക്ക്. പറയോ സർഫാസ്? ഇമോഷണൽ ആക്ക സർഫാസിനെ. പറ. ട്രിപ്പൊക്കെ പോകുമ്പോ നീ ഇല്ലാണ്ടുള്ള ഞാൻ അതിനെ പറ്റി ആലോചിക്കണം. പോകുന്നത് ഇവിടെ കേക്കണം. ധനുഷ്കോടി വീഡിയോയില് ഇതാക്കിക്കോ. ഈ ടീം ഞാനില്ലാതെ ധനുഷ്കോടി പോവാന്നുണ്ടെങ്കിൽ അതിനുള്ള പകുതി ഫണ്ട് ഞാൻ തരും. നാളെ തന്നെ പോയാലോ? നിങ്ങൾ പോവില്ല. അതെ, അല്ല ഈ ട്രിപ്പ് തന്നെ നമ്മള് പോയത് ഈ ഒരു കാരണമുള്ളതുകൊണ്ടാ. അതെ, അതുകൊണ്ട് ഞാൻ സർഫാസിനോട് യോജിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാരും 2 കൊല്ലം കൂടുമ്പോ 3 പോവാറുണ്ട്. അല്ലോടെ നമ്മള് പക്ഷെ വണ്ടർല പോയതല്ലേ? വണ്ടർല നമ്മളെ എന്റെ റൂമിന്റെ അപ്പുറത്തല്ലേ വണ്ടർലൊക്കെ വന്നാ. എന്നാലും വണ്ടർല പോയില്ലേ? വണ്ടർല പോയി. ധനുഷ്കോടി അതേമാതിരി അല്ലല്ലോ. ഇവരൊക്കെ 6 മണിക്കുള്ള ട്രെയിനിന് ശരിയാ, 6 മണിക്കാ. ഇല്ല, ഞാന് ബ്ലാങ്ക് ആയിട്ടാ വന്നേ. ഇവിടെ ആരും കാച്ചല്ലേ ബ്ലാങ്കറ്റ്. അല്ല, ഇവിടെ ആരും അല്ലാതെ കമ്പനി ഒന്നും ഇല്ലാതെ ഒറ്റക്കൽ ഞാൻ വന്നു. ഇവിടെ ആരും അറിയില്ല എനിക്ക്. തീറ്റ നിർത്താദ്യം. എന്നാലൊക്കെ എന്തെങ്കിലും നമ്മളെ കൂടാണ് നിങ്ങക്ക് എത്ര ബന്ധങ്ങളുണ്ട് എന്നിട്ട് പറയേ. അതന്നെ. അപ്പൊ ഇവിടെ ആരും ഇല്ലാതെയല്ലേ ഞാൻ വന്നത്. അവകാശം കൊടുക്കടാ. നിഷാദ് പറഞ്ഞാല് ബ്ലാങ്കറ്റ് ആയിട്ടല്ലേ വന്നത്. ആരും ഇല്ലാണ്ടേ വന്നേ. അവന് തല വെക്കാൻ ഉവൈസ് ഒരു പാ കൊടുത്തു. അതെ, എനിക്കറിയില്ല. സുഹിത്തേട്ടന്റെ ബർത്ത്ഡേ പറഞ്ഞപ്പോ ഞാനൊരു 10, 40, 50 വയസ്സുള്ള ചെങ്ങായിനെ പ്രതി. ഏജ് കാണുമ്പോ ഏജ് കുറവാണെങ്കിലും തന്ത വൈബാണെന്നുള്ള വൈകാണ്. അങ്ങനെ ഞാനേ എന്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വൈസിന്റെ അടുത്തേക്ക് വിടുന്നത്. ജോലി സംബന്ധമായിട്ടില്ലാത്ത ബാക്കിയെല്ലാം ഞാൻ പഠിച്ചു. ഇല്ല, അങ്ങനെ ഓന്റെ രീതിയിലൂടെയാണ് ഷാബിന് നിഷാന് അറിയില്ല. ഫസ്റ്റ് പറയാ ഷാബിന്. അതായത് സത്യം പറഞ്ഞ സെറീന വന്നതിന് മുന്നേ ഉവൈസിന്റെ ഒരു മിനി ഭാര്യ ആയിരുന്നു. മിനി ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഇവര് രണ്ടാളും പരിചയപ്പെട്ടു. അങ്ങനെ ഇവര് പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട് ഞങ്ങള് ഭയങ്കര കട്ട കമ്പനിയായി. എന്റെ ഇടക്കാലം നിങ്ങളൊക്കെ പിന്നെ വന്നത്. അല്ല, നിഷായ് ഒരു കൂട്ടുകാരെ ഇവിടെ ഉണ്ട് എന്ന് അറിയണ്ടായിരുന്നു. പക്ഷെ ആള് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഗൾഫിൽ പോയതേനു. പക്ഷേ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് വന്നേ. വന്നിട്ട് 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. വിശദീകരിക്കും. ബന്ധങ്ങളൊക്കെ എല്ലാരും ഈ കൂട്ടത്തില് ഇപ്പൊ ഞാനൊക്കെയുള്ള 6 ഒരേപോലെ. ഇത് രണ്ടാളും എന്റെ താത്താന്റെ വഴി. ബാക്കിയുള്ളവരൊക്കെ
ഇവരുടെ ആരിലെ താത്താരല്ലോ നല്ല പ്രായമുണ്ട് ഈ തള്ളച്ചിക്ക്. അതെ അങ്ങനല്ല സിസ്റ്റേഴ്സ് ഞാൻ ഞാൻ വിചാരിച്ചു ഇവര് രണ്ടുപേരും എനിക്ക് എന്റെ പെങ്ങന്മാരെ പോലെ പെങ്ങന്മാര് ഞാനൊന്ന് പറയട്ടെ അവര് പറയാനുള്ള കേക്ക് താത്താക്കെന്താ പറയുള്ളൂ ഞാൻ പറഞ്ഞത് അല്ല ബന്ധാ ചോദിച്ചത് പറഞ്ഞേ ബന്ധം പറഞ്ഞു. പിന്നെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതല്ലേ ഞാന് ഇതിന്റെ പെണ്ണുങ്ങളല്ലേ ഓക്കെ നീ ചെറുതായതുകൊണ്ട് അല്ല എനിക്ക് ഇവരൊക്കെ ഒരു എനിക്ക് കാക്കല്ല കാക്കാരില്ലല്ലോ ഞാൻ മൂത്തേക്കാക്ക ഇത് മൂത്തക്കാക്കയുടെ ഭാര്യ രണ്ടാമത്തെ മൂന്ന് നാല് മൂത്തക്കാക്കന്റെ ഭാര്യ ഈ പക്ഷെ രണ്ടാമത്തേക്കാക്ക് നാലാമത്തേക്കാക്ക് ഭാര്യമാരില്ല. ഇങ്ങനെയാണ് കഥ. അതെ അപ്പൊ എനിക്ക് എല്ലാരും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഒരു ഫാമിലി ആയിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ പോകുമ്പോ നല്ല പോയിട്ട് പൈസ അയച്ചു ഫാമിലി കുടുംബത്തിനല്ല പെരുന്നാളിന് പൈസ അയച്ചിടണം. ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് സർഫാസിനെ പറ്റി 2 വാക്ക് നീ പറ. വെറും ചെറ്റ എന്നാലും സീരിയസ് ആയിട്ട് പറയും. പക്ഷെ എനിക്കൊരു വിഷമമുണ്ട്. ഇവരെ ഞാൻ തിരുത്തി തന്നില്ലേ ഈ എന്നിട്ട് അങ്ങനെയാണ് സർഫാസിന് അങ്ങനെ അതാണ് സർഫാസ് ആയിട്ടുള്ള എനിക്ക് പറയാനുള്ളത്. നിനക്കോ എന്തെങ്കിലും ആരെങ്കിലും പറയടാ സർഫാസ് ആയിട്ട്? ജാട സുയിത്ത് പറ. സുയിത്ത് പറ. കൊറേ പറയാ എന്നാലും പറ സുയിത്ത്. എനിക്ക് പുതിയൊരു ലോകം പരിചയപ്പെടുത്തി നൈറ്റ് ലൈഫ് പറഞ്ഞത്, കൊറേ ഉറങ്ങാത്ത രാത്രികൾ, കൊറേ പടങ്ങൾ കണ്ടത്, മന്തികൾ കഴിച്ചത്, കൊറേ ചോക്ലേറ്റ് വാങ്ങി പോയി. നിങ്ങൾ പറയാം. നിങ്ങൾ രണ്ടുപേര് പറഞ്ഞു. ഞങ്ങള് 2 അറ്റം കൂട്ടിയൊട്ടിച്ചത് ഓനാ. അതെ അത് ഞാനാണ്. പക്ഷെ കൊറേ മുട്ടിക്കാൻ മോളെ ഊഹിച്ചിട്ടുണ്ടല്ലോ. ഇതുപോലത്തെ ഒരു പയ്യൻ ഈ ജില്ലയില് ഈ ജില്ലയില് പിന്നെ കൂടുതലൊന്നും അന്വേഷിക്കും. സത്യോ മോനെ പോലെ ആയിരുന്നു, അമ്മയായിരുന്നു, അച്ഛനായിരുന്നു, എന്റെ എല്ലാമായിരുന്നു. എന്താ എനിക്ക് പറയാ, എനിക്ക് പറയാനോ പറ. എനിക്കൊന്നുമില്ല. എനിക്ക് എന്താ സർഫാസ് സർഫാസ് ചെട്ടിയാണ്. അങ്ങനല്ല, സർഫാസ് നേരത്തെ പറഞ്ഞില്ലേ ഇത്താത്താനെ പോലെ. അല്ല അത് പ്രായം കൊണ്ടല്ലെങ്കിൽ എനിക്ക് ആദ്യം മുതലേ സർഫാസ് അനിയനെ പോലെ. അല്ല എനിക്ക് അനിയനെ പോലെ. അപ്പൊ പിന്നെ ഞാൻ ഇത്താത്തല്ലേ. എനിക്ക് അനിയനെ, എനിക്ക് ആകെ ഒരു വിഷമമുണ്ട്. സർഫാസ് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിന് ഉള്ളതുള്ള പോലെ നമ്മൾ ഇങ്ങനെ ഭയങ്കര നല്ലതാണെങ്കിൽ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തരും സർഫാസ്. അപ്പൊ സർഫാസിന് എന്റെ ബീഫ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ കൊറേ പ്രാവശ്യം ഉണ്ടാക്കി തരാൻ പറഞ്ഞു. എനിക്ക് സുഖമില്ലാണ്ട് വന്ന് കുറെ സാങ്കേതിക തകരാറ് കാരണം അവൻ പോണതിന് മുമ്പ് എനിക്ക് അത് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടായി. അവൻ കൊറേ ചോദിച്ച്, പക്ഷെ
അതെനിക്കെല്ലാം അറിയുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഇവൻ എങ്ങനെ കൊറേ മോട്ടിവേറ്റ് ആക്കും. ഞങ്ങളുടെ റൂമിൽ ഇതേപോലെ തന്നെ മോട്ടിവേറ്റ് ആക്കല്. നല്ലതാണെങ്കിൽ അതന്നെ പറഞ്ഞു. നല്ല ജെനുവിൻ ആയിട്ട് ഫുഡിന്റെ റിവ്യൂ പറയണോ സർഫാസ്? അപ്പൊ സർഫാസ് അതുണ്ട്, അത് നീ യോജിക്കുന്നില്ല. അപ്പൊ അവനറിയാം എങ്ങനെ പെണ്ണുങ്ങളെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അല്ല, ഞങ്ങള് അനിയനെ പോലെ കണ്ടിട്ടല്ലേ നമ്മ ഫുഡ് അങ്ങനെയാണ്. അപ്പൊ ആ ബീഫ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം. അതൊക്കെ കഴിഞ്ഞു. സർഫാസിന് സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടി ഗായ്സ്. കൊറേ വായിക്കാനുണ്ടോ? അതിന്റെ മലയാള അക്ഷരമൊക്കെ എഴുതി വെച്ചേക്കണേ. ഓർമ്മകളോ? ഇത് പുള്ളി വലിക്കും, ഇത് വലിക്കും. താഴെ വലിക്കടാ, വലിക്കടാ. നീ വലിച്ചണ്ട. ശക്തിയിൽ വലിച്ച പൊട്ടിപ്പോ. എന്നെ പറഞ്ഞാലേ ഞാൻ തന്നെ കെട്ടിത്തരാം. താങ്ക് യു. കണ്ണ് പറഞ്ഞ ചെക്കന്റെ കണ്ണ് പറഞ്ഞ് ഇതാ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല. നോമ്പൊക്കെ തുറന്ന് തിരിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നില്ലേ? ഫുഡ് കഴിക്കാൻ പോവാം. എവിടെയാ പോകുന്നത്? എവിടെ പോവാം? ഗൈസ്, നമ്മള് കൊറേ നേരം ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് വി ആർ ഗോയിങ് ബാക്ക് ടു സുഭാഷ് പാർക്കിൽ നിന്ന് നമ്മള് സ്റ്റേഡിയം. ഫുഡ് കഴിക്കണം. ഗൈസ്, നമ്മള് നോമ്പ് തുറ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തറവാട് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഞങ്ങള് ഷട്ടിൽ ഇവരെ കളിച്ചു അല്ലേ? കുറച്ചേരം ഷട്ടിലൊക്കെ കളിച്ച് ക്ഷീണിക്കും ഞങ്ങൾ. ഭക്ഷണം ഇവൻ ബ്ലോഗിൽ ചാള അടുത്ത സൂപ്പർ ഫാസ്റ്റിൽ പോകാനുള്ളത് ലാസ്റ്റ് സപ്പർ. അതാണ് അവ പറയണേ. ചിലപ്പോൾ നാളെ വന്നിട്ട് ഇതന്നെ പറയും, ഞാൻ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് തറവാട് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് അവിടെ വന്നേക്കും. അപ്പം നമ്മൾ ഫുഡ് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യണത് എന്തൊക്കെയാണെന്ന് വന്നിട്ട് കാണിച്ചു. ഇവിടെ വെച്ചുതരും. നല്ല മീൻ കറി. അവൻ ചോറ് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തതാ. നല്ല ടേസ്റ്റ് അല്ലേ? സത്യം. ദോശയും ചമ്മന്തിയും അതിന്റെ രഹസ്യം എന്താ? ഒരു ചോറ് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ കൈയിട്ട് മീൻകറി ഒരു രക്ഷയില്ല. നമ്മള് വീട്ടിൽ നിന്ന് കഴിക്കുന്ന എല്ലാം തീർന്നു. ചോറൊക്കെ വന്നത് അറിഞ്ഞത് ഒന്നും കാണുന്നില്ല.
ആ ചൂട് ചൂട് ചെമ്മീൻ ആദ്യമേ ചോറ് പറഞ്ഞ മൊബൈലിൽ ഇങ്ങനെ അഡിക്റ്റ് ആവുന്നത്. അപ്പൊ ഇല്ലകളാ ഫോൺ 2 സ്വിച്ച് ഓഫ് ആയപ്പോ തല പൊക്കിയ ഞങ്ങളുടെ ഫ്രണ്ട്. ഞാനേ വെള്ളടിയോ വേറെ പുകയിലോ ഒന്നുമില്ല. ഫോണിൽ ആർക്കും ശല്യം റീൽസ് കാണല്ലേ കൊണ്ട് ബാക്കി ശല്യം ആർക്കും ശല്യം. സൗമൈദിൻ അൻ അദായി ഫർള റമളാനി സിംപിളാക്കാൻ പറ്റുമോ? ഹാദി സനത്തി ലില്ലാഹി തആല. മതം മാറി ഗൈസ്, നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഉറങ്ങാനുള്ള സമയമേ ഉള്ളൂ. സോ യാ, ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.